ബൈബിൾ ചിത്രകഥ 33 യേശുക്രിസ്തു 3 മുന്നോടി. രചന മൈക്കിൾ കാര്യമറ്റം. ചിത്രീകരണം ദേവസി ബെന്നി. മുന്നോടി. യേശു ഈജിപ്തിൽ നിന്ന് മടങ്ങി വന്നത് മുതൽ പരസ്യജീവിതം ആരംഭിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തെയാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നസ്രത്തിലെ ജീവിതത്തെക്കുറിച്ച് സുവിശേഷകർ കാര്യമായ ഒരു വിവരവും നമുക്ക് നൽകുന്നില്ല. അനുസരണയുള്ള ഒരു ബാലനായി അവൻ വളർന്നു. എല്ലാവരും അവനെ സ്നേഹിച്ചു. ആശാരിപ്പണി ചെയ്ത് ഒരു തൊഴിലാളിയെപ്പോലെ അവൻ ജീവിച്ചു. ലോക ചരിത്രത്തിൽ ആരും പ്രാധാന്യം കൽപ്പിക്കാത്ത ഒരു സാധാരണക്കാരൻ്റെ ജീവിതമായിരുന്നു അത്. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ആഹാരം സമ്പാദിച്ച അവൻ തൊഴിലിൻ്റെ മഹാത്മ്യവും തൊഴിൽ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും നിശബ്ദമായി പഠിപ്പിക്കുകയായിരുന്നു. 12-ാം വയസ്സിൽ ദേവാലയത്തിൽ വച്ച് നടന്ന സംഭവം മാത്രമേ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധേയമായി സുവിശേഷകൻ എടുത്തു കാട്ടുന്നുള്ളൂ. യേശു മാതാപിതാക്കളിൽ നിന്നും വേർപെട്ട സാഹചര്യം ഈ കഥയിൽ സാങ്കല്പികമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പാലസ്തീനായുടെ അന്നത്തെ പ്രത്യേക അവസ്ഥ ഇതിന് താങ്ങായുണ്ട്. ദൈവമാണ് തൻ്റെ പിതാവെന്നും പിതാവിൻ്റെ ജോലിയിൽ വ്യാപൃതനായിരിക്കുകയാണ് തൻ്റെ ദൗത്യം എന്നുമുള്ള യേശുവിൻ്റെ ആത്മാവബോധം വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. കാണാതാകലും 3-ാം ദിവസം കണ്ടുമുട്ടലും യേശുവിൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മുന്നാസ്വാദനമാണ്. രക്ഷകന്റെ വരവിന് വഴിയൊരുക്കാൻ അയക്കപ്പെട്ട മുന്നോടിയാണ് സ്നാപക യോഹന്നാൻ. ദൈവത്തിൻ്റെ വിളി ലഭിക്കുന്നതുവരെ അദ്ദേഹം മരുഭൂമിയിലായിരുന്നു എന്ന് മാത്രമേ സുവിശേഷകൻ പറയുന്നുള്ളൂ. എസ്സേൻ സന്യാസ സമൂഹവുമായുള്ള ബന്ധം സാങ്കല്പികമാണ്. അവരുടെ ജീവിതശൈലിയും പഠനങ്ങളുമായുള്ള യോഹന്നാൻ്റെ സാമ്യവും വ്യത്യാസങ്ങളുമാണ് ഇപ്രകാരം ഒരു ചിത്രീകരണത്തിന് പിൻബലമായുള്ളത്. അന്ന് നിലവിലിരുന്ന ഫരിസേയർ, എസ്സേനർ, തീവ്രവാദികൾ തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യോഹന്നാൻ്റെ ജീവിതവും സന്ദേശവും. അദ്ദേഹത്തിൻ്റെ വേഷം ഏലിയ പ്രവാചകനെ ഓർമ്മിപ്പിക്കുന്നു. വാക്കുകൾ പഴയ നിയമ പ്രവാചകനെയും. ദൈവത്തിൻ്റെ ഭീകരമായ ശിക്ഷാവിധി ആസന്നമായിരിക്കുന്നു. യഥാർത്ഥമായ ഹൃദയപരിവർത്തനവും ജീവിത നവീകരണവും മാത്രമേ രക്ഷ നൽകൂ എന്ന് യോഹന്നാൻ തറപ്പിച്ചു പറഞ്ഞു. ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും പാപികളാണ്. അവകാശവാദങ്ങളൊന്നും വിലപ്പോകില്ല. താൻ പാപിയാണെന്നും രക്ഷ നേടാൻ ആഗ്രഹിക്കുന്നുവെന്നും ഏറ്റുപറയുന്നതിൻ്റെ അടയാളമായിരുന്നു മാമോദിസ. സാധാരണ ജനം യോഹന്നാൻ്റെ ആഹ്വാനം സ്വീകരിച്ചപ്പോൾ വിശുദ്ധരെന്ന് സ്വയം അഭിമാനിച്ച് നേതാക്കന്മാർ മാറി നിന്ന് അവനെ ചോദ്യം ചെയ്തു. രക്ഷ തങ്ങളുടെ ജന്മാവകാശമാണെന്നായിരുന്നു അവരുടെ ധാരണ. സാധാരണ ജനങ്ങളോടൊപ്പം യേശുവും മാമോദിസ സ്വീകരിച്ചു. സ്വന്തമായി പാപമില്ലാതിരിക്കെ ലോകത്തിൻ്റെ പാപം മുഴുവൻ ഏറ്റുവാങ്ങി പാപിയായ മനുഷ്യരോട് താതാത്മ്യം പ്രാപിക്കുകയായിരുന്നു അവൻ അതുവഴി ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് മുഴങ്ങിയ ശബ്ദം യേശുവിനെ ദൈവപുത്രനായി ഏറ്റുപറഞ്ഞു. പരിശുദ്ധാത്മാവ് അവനെ തൻ്റെ ദൗത്യത്തിനായി അഭിഷേകം ചെയ്തു. മാനസാന്തരത്തിനുള്ള ആഹ്വാനത്തിൽ നിന്ന് യോഹന്നാൻ ആരെയും ഒഴിവാക്കിയില്ല. ഇത് ഭരണാധികാരിയായ ഹെറോദേസ് അന്തിപ്പാസിനെ ചൊടിപ്പിച്ചു. ഹെറോദിയായെ പരിഗ്രഹിക്കാൻ വേണ്ടി അയാൾ ഉപേക്ഷിച്ച ആദ്യ ഭാര്യ നബത്തേയൻ രാജാവായ അരേത്താസിൻ്റെ മകളായിരുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ അരേത്താസ് ഒരുങ്ങുന്ന സാഹചര്യത്തിൽ യോഹന്നാൻ്റെ പരസ്യ ആരോപണം തനിക്കെതിരെ ജനങ്ങളെ ഇളക്കിവിടുമെന്ന് ഹെറോദേസ് കരുതി. മനസാക്ഷിയുടെ പുറമെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും ഭയന്ന് അയാൾ സ്നാപകനെ നിശബ്ദനാക്കാൻ തീരുമാനിച്ചു. വഴിയൊരുക്കുവാൻ വന്ന മുന്നോടിക്ക് ലഭിച്ച സ്വീകരണം പിന്നാലെ വരുന്നവന് ലഭിക്കാൻ പോകുന്ന സ്വീകരണത്തിൻ്റെ സൂചനയാണ്. യേശുവിന് 12 വയസ്സായപ്പോൾ നസ്രത്തിലെ സിനഗോഗിൽ വെച്ച് ബർമിസ്വ എന്ന ചടങ്ങ് ആചരിച്ചു. അതിൻ്റെ ഭാഗമായി യേശു ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിച്ചു. ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്ക് ഉത്തരമരുളും. വായനയ്ക്ക് ശേഷം ജോസഫിൻ്റെ മകനായ യേശു, നീ ഇന്ന് പൂർണ്ണ അവകാശങ്ങളുള്ള ഒരു ഇസ്രായേൽ പൗരനായിരിക്കുന്നു. കർത്താവ് നൽകിയ ഉടമ്പടിയുടെ നിയമങ്ങൾ അനുസരിക്കാനുള്ള കടമയും നിനക്കുണ്ടായിരിക്കും.
സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തിൻ്റെ വചനം നിന്റെ പാദങ്ങൾക്ക് പ്രകാശമായിരിക്കട്ടെ. മിശിഹ വന്ന് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നതുവരെ തിരുവചനത്തിൽ അടിയുറച്ച് പ്രാർത്ഥനയോടെ ജീവിക്കുക. സിനഗോഗിലെ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ സമാധാനത്തോടെ പോകുവിൻ, മിശിഹായെ അയച്ച് നമ്മെ മോചിപ്പിക്കാനായി കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവിൻ. റബ്ബി, ഇതാര്? അബ്ബാസോ? നീ എന്തേ ഇത്ര താമസിച്ചു? ബർമിസ്വ ആഘോഷം കഴിഞ്ഞല്ലോ. ആഘോഷങ്ങൾ എല്ലാം അവസാനിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? സെഫോറിസിൽ കലാപം ആരംഭിച്ചു കഴിഞ്ഞു. ഹെസക്കിയായുടെ മകൻ യൂദാസ് രാജകൊട്ടാരത്തിലെ ആയുധശാല കൊള്ളയടിച്ചു. അന്തിപ്പാസിന്റെ പടയാളികൾ ഒന്നും ചെയ്തില്ലേ? അവർക്ക് ചെറുത്തു നിൽക്കാനാവാത്ത ഒരു ജനകീയ മുന്നേറ്റമാണിത്. ആയിരങ്ങൾ അവന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞു. എങ്കിൽ റോമാക്കാർ താമസിയാതെ ഇടപെടും. അവരെ തുരത്തുകയാണ് നമ്മുടെ ലക്ഷ്യം. കണ്ടില്ലേ അവരുടെ ധിക്കാരം? വീണ്ടും നമ്മെ എണ്ണാൻ പോകുന്നു. ജനസംഖ്യാ കണക്കെടുക്കുക ഇസ്രായേലിന് നിഷിദ്ധമാണ്. കർത്താവിന്റെ നിയമം അനുസരിക്കാനുള്ള തീഷ്ണതയാൽ ജ്വലിക്കുന്നവരാണ് യൂദാസിന്റെ അനുയായികൾ. മക്കബായരെ പോലെ തീവ്രവാദികൾ. കർത്താവിനെ അല്ലാതെ മറ്റൊരു രാജാവിനെ ഞങ്ങൾ അംഗീകരിക്കുകയില്ല. അബ്ബാസ്, നീയും ആ കൂട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞോ? ഹെസക്കിയായ്ക്ക് സംഭവിച്ചത് കണ്ടില്ലേ? കുരിശിൽ തറച്ചു കൊന്നു. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഇസ്രായേൽക്കാരെല്ലാം ആയുധമെടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ലോകം അടക്കി ഭരിക്കുന്ന റോമക്കാർക്കെതിരെ യുദ്ധം ചെയ്ത് ജയിക്കുമെന്ന് നീ കരുതുന്നുണ്ടോ? ഈജിപ്തിൽ നിന്ന് ലഭിച്ച മോചനം മറന്നുപോയോ? മോശയുടെ സ്ഥാനത്താണിന്ന് യൂദാസ്. മോശ ആയുധമെടുത്തല്ല പുറപ്പാട് നയിച്ചത്, കർത്താവാണ് മോചനം നൽകിയത്. കർത്താവിനും അവിടുത്തെ നിയമത്തിനും വേണ്ടി ആയുധമെടുത്തവരുടെ ചരിത്രമാണ് ഇസ്രായേൽ ചരിത്രം. അത് പരാജയത്തിൻ്റെയും അവിശ്വസ്തതയുടെയും ചരിത്രമാണ്. ആ ചരിത്രം തിരുത്തി കുറിക്കാനാണ് നാം ഒരു മിശിഹായെ പ്രതീക്ഷിക്കുന്നത്. മിശിഹ ദാവീദിന്റെ പുത്രനായിരിക്കും. ദാവീദിനെ പോലെ ധീരനായ യോദ്ധാവും ശക്തനായ രാജാവും. എനിക്ക് തർക്കിച്ചു നിൽക്കാൻ നേരമില്ല. വനത്തിൽ ആയുധ പരിശീലനമുണ്ട്. ഞാൻ പോകുന്നു. കുറച്ചു നാളുകൾക്ക് ശേഷം ജോസഫിന്റെ വീട്ടിൽ. ഈ വർഷത്തെ പെസഹായ്ക്ക് യേശുവിനെയും കൊണ്ടുപോകണം. പ്രായപൂർത്തിയായതല്ലേ? തീർച്ചയായും. പക്ഷേ ഇത്തവണ ജെറുസലേമിൽ കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തിനാണ് അപ്പച്ച കലാപം? ആരാണത് ഉണ്ടാക്കുന്നത്? യൂദാസും കൂട്ടരും പെസഹായ്ക്ക് ജെറുസലേമിൽ റോമക്കാരെ എതിരിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് പെരുന്നാളിന്റെ അവസാന ദിവസമാകാനേ സാധ്യതയുള്ളൂ. നമുക്കതിനു മുമ്പേ പോരാം. യേശുവിനെ തീർത്ഥയാത്രയ്ക്ക് കൊണ്ടുപോകണം. പക്ഷേ ജെറുസലേമിൽ യുദ്ധമുണ്ടായാൽ ദൈവം കാത്തുകൊള്ളും. നമ്മൾ കലാപത്തിനൊന്നും പോകുന്നില്ലല്ലോ. അവർ ജെറുസലേമിലെത്തി. എന്തിനാണ് അപ്പച്ച ആ തൂണുകൾ നാട്ടിയിരിക്കുന്നത്? രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്നവരെ തറച്ചു കൊല്ലാനുള്ള കുരിശുകളാണത്. അതാ ദേവാലയം. നമുക്ക് സങ്കീർത്തനം ആലപിക്കാം. കർത്താവേ, അങ്ങയുടെ ആലയം എത്ര മനോഹരം. ദേവാലയ വളപ്പിൽ നിയമപ്രകാരം ബലിയർപ്പിക്കാൻ പറ്റിയ കുഞ്ഞാട്. ചട്ടും പൊട്ടും ഇല്ല. ഇത്ര കുറഞ്ഞ വിലയ്ക്ക് വേറൊരിടത്തും കിട്ടില്ല. നസ്രത്തിൽ ഇതിന്റെ 1/4 വില മതി. ഏതായാലും യേശു നൽകുന്ന ആദ്യത്തെ കാഴ്ചയല്ലേ? മോനെ, ഇതിനപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല. നിങ്ങൾ പോയി ബലിയർപ്പിച്ചിട്ട് മടങ്ങി വരണം. കൂട്ടം വിട്ടു പോകാതെ സൂക്ഷിക്കണം. ദേവാലയത്തിനുള്ളിൽ വെച്ച് കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ബഥാനിയയിൽ വെച്ച് കാണാം. നമ്മുടെ ആൾക്കാരെല്ലാം വൈകുന്നേരം അവിടെ ഒരുമിച്ച് കൂടും. ഞങ്ങൾ ദൈവത്തിന് നൽകുന്ന ഈ കാഴ്ച സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും ദൈവത്തിന് പ്രീതികരമായ കുഞ്ഞാട്, കർത്താവിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിക്കട്ടെ. എന്താ വാതിക്കൽ വലിയ ബഹളം? റോമൻ പടയാളികൾ.
എന്തോ സംഘട്ടനം നടക്കുകയാണ്. വരൂ, വേഗമാകട്ടെ. തിക്കിത്തിരക്കി ആളുകൾ പുറത്തേക്ക് ഓടി. യേശുവും ജോസഫും തമ്മിൽ അകന്നുപോയി. ഗലീലിക്കാരൻ യൂദാസിനെ റോമാക്കാർ പിടികൂടി. അനുയായികളെ തിരയുകയാണ്. 4 പടയാളികളെ അതിനു മുമ്പ് അയാൾ കൊന്നു. ദൈവമേ, ഈ അടിമത്തവും രക്തച്ചൊരിച്ചിലും ഒരിക്കലും അവസാനിക്കുകയില്ലേ? ബഹളം അവസാനിച്ചപ്പോൾ യേശു തനിച്ചായി. ദേവാലയത്തിൽ ചുറ്റി നടന്ന അവൻ നിയമപണ്ഡിതന്മാർ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോണിൽ ചെന്നെത്തി. ഇസ്രായേൽ പുരുഷന്മാർക്ക് മാത്രം പ്രവേശിക്കാവുന്നിടത്ത് റോമൻ പടയാളികൾ കയറി ദേവാലയം അശുദ്ധമാക്കി. കൊള്ളക്കാരായ യൂദാസും കൂട്ടരും ദേവാലയത്തിൽ അഭയം തേടിയത് കൊണ്ടല്ലേ പടയാളികൾ വന്നത്? അവർ കൊള്ളക്കാരല്ല, ധീരരായ സ്വാതന്ത്ര്യ ഭടന്മാരാണ്. റോമാക്കാരും മനുഷ്യരല്ലേ? അവർ പ്രവേശിച്ചാൽ ദേവാലയം അശുദ്ധമാകുമോ? അവർ വിജാതീയരാണ്, അതിനാൽ തന്നെ അശുദ്ധരാണ്. ദൈവം എല്ലാവരുടെയും പിതാവല്ലേ? അപ്പോൾ അവിടുത്തെ ആലയം എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? ദൈവമായ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തത് വിശുദ്ധ ജനമായ ഇസ്രായേലിനെ മാത്രമാണ്. നസ്രത്തിൽ നിന്നുള്ള തീർത്ഥാടകർ വൈകുന്നേരം ബഥാനിയായിൽ ഒരുമിച്ച് കൂടി. ദൈവത്തിന് സ്തോത്രം, ഇന്ന് ജെറുസലേമിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് വിചാരിച്ചില്ല. സർവത്ര റോമൻ പടയാളികൾ. ഗലീലിക്കാരായ പുരുഷന്മാരെ പ്രത്യേകം തടഞ്ഞു നിർത്തി കലാപകാരികളല്ലെന്ന് തീർച്ചയാക്കിയതിനു ശേഷമേ വിട്ടയച്ചുള്ളൂ. ആയുധമൊന്നും കൈവശമില്ലാത്തത് ഭാഗ്യമായി. ആകട്ടെ, ഭക്ഷണം കഴിക്കാം. മോനെന്തി? ഞാൻ കരുതി നിന്റെ കൂടെ ഉണ്ടാകുമെന്ന്. നമ്മൾ തമ്മിൽ പിരിഞ്ഞതിൽ പിന്നെ ഞാൻ കണ്ടില്ല. വലിയ ദുഃഖത്തോടെ എല്ലായിടത്തും അവർ യേശുവിനെ അന്വേഷിച്ചു. 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് കണ്ടുമുട്ടി. ഈ ബാലന് എവിടെ നിന്ന് കിട്ടി ഈ അറിവ്? കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ, പഴുതടച്ചുള്ള ഉത്തരങ്ങൾ. 3 ദിവസമായി ഇവൻ റബ്ബിമാരെ വെള്ളം കുടിപ്പിക്കുന്നു. ഇവൻ ആരായി തീരും? മോനെ, മോനെ, ഞങ്ങൾ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ചു. നിങ്ങൾ എവിടെയാ എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവൻ അവരോട് കൂടെ പോയി നസ്രത്തിൽ അവർക്ക് വിധേയനായി ജീവിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം. ജോസഫ്, നീ അറിഞ്ഞോ? നമ്മുടെ രാജാവ് തടാക തീരത്ത് പുതിയൊരു പട്ടണം പണിയുന്നു. തലസ്ഥാനം അങ്ങോട്ട് മാറ്റാനാണെന്ന് കേട്ടു. ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം ടിബേരിയാസ് എന്നായിരിക്കുമത്രേ പേര്. വാനം മാന്തിയപ്പോൾ അസ്ഥികൂടങ്ങൾ. അതൊരു ശവപ്പറമ്പായിരുന്നു. രാജാവിന് എവിടെയും പണിയാമല്ലോ. പക്ഷേ അതിനായി ചുമത്തുന്ന നികുതിയാണ് താങ്ങാനാവാത്തത്. യൂദാസിന്റെ അനുയായികൾ ശക്തിപ്പെടുന്നുണ്ട്. അവർ ഒരു പരിഹാരമുണ്ടാക്കും. അവരിപ്പോൾ നാട്ടുപുറങ്ങളിൽ കടന്ന് നമ്മുടെ ആൾക്കാരെയും ഉപദ്രവിക്കുന്നുണ്ടല്ലോ. റോമാക്കാരെ സഹായിക്കുന്നവരെയല്ലേ? രാജാവും റോമാക്കാരും തീവ്രവാദികളും കൂടി പൊറുതി മുട്ടിക്കുകയാണ്. അർക്കെലാവോസിനെ നാട് കടത്തിയിട്ട് റോമാക്കാർ യൂദായിൽ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞു. ഗലീലിയിൽ അതുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ആര് ഭരിച്ചാൽ എന്താ? ഭാരം നമ്മുടെ തലയിൽ. യേശു നസ്രത്തിൽ ആശാരിപ്പണി ചെയ്ത് ജീവിച്ചു. അതേസമയം യോഹന്നാൻ യൂദ മരുഭൂമിയിൽ ചാവുകടലിന്റെ തീരത്തുള്ള ഖുമ്രാനിൽ എസ്സേൻ സന്യാസികളുടെ കൂടെ വളരുകയായിരുന്നു. തീഷ്ണമതികളായ ആചാര്യന്മാരുടെ കീഴിൽ അവൻ പരിശീലനത്തിന് വിധേയനായി. നിങ്ങളുടെ പരിശീലനത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി കൂടുതൽ കർശനമായ പരിശീലനം ആരംഭിക്കുകയാണ്. യോഹന്നാൻ മാത്രമേ അതിനർഹനായിട്ടുള്ളൂ. എനിക്ക് ഈ സമൂഹത്തിൽ തുടർന്ന് ജീവിച്ച് മിശിഹായ്ക്ക് വഴിയൊരുക്കാൻ ആഗ്രഹമുണ്ട്. അന്ധകാരത്തിനെതിരെയുള്ള അന്തിമ പോരാട്ടത്തിൽ എനിക്കും പങ്കെടുക്കണം. അന്ത്രയോസ്, യാക്കോബ്, നിങ്ങളുടെ ആഗ്രഹവും നല്ലത് തന്നെ. എന്നാൽ ഇവിടെ തുടരേണ്ട. വീടുകളിലേക്ക് മടങ്ങിച്ചെന്ന് ഇവിടെ പഠിച്ചതനുസരിച്ച് ജീവിക്കുക. നമ്മുടെ ചൈതന്യം പാലസ്തീനായിൽ മുഴുവൻ പ്രചരിക്കണം.
സമയമാകുമ്പോൾ നിങ്ങൾക്കും അന്തിമ പോരാട്ടത്തിൽ പങ്കെടുക്കാൻ കഴിയും. പ്രകാശത്തിൻ്റെ മക്കൾ എല്ലായിടത്തും ഉണ്ടാകണം. ഗുരു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിയമം പഠിക്കുക, കണിശമായി അനുസരിക്കുക, മിശിഹായുടെ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുക, വിളി കേട്ടാൽ പുറപ്പെടാൻ ഒരുങ്ങിയിരിക്കുക. യോഹന്നാൻ കർശനമായ പരിശീലനം ആരംഭിച്ചു. അവൻ ദിവസവും അതിരാവിലെ 2 മണിക്കൂർ നിശബ്ദമായി ധ്യാനിക്കും. ഞങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും മോശയിലൂടെ ജീവദായകമായ വചനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് സ്തോത്രം. സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയ്ക്ക് ശേഷം 2 മണിക്കൂർ വിശുദ്ധ ഗ്രന്ഥം വായിക്കും. തുടർന്ന് 3 മണിക്കൂർ ദേഹാധ്വാനവും കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ഗുരുവിൽ നിന്ന് നിയമം പഠിക്കും. മിശിഹായ്ക്ക് വഴിയൊരുക്കാനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ. ആത്മാവും ശരീരവും ശുദ്ധമായി സൂക്ഷിക്കണം. മോശ വഴി ദൈവം നൽകിയ നിയമം കണിശമായി പാലിക്കണം. ജെറുസലേമിലെ ഫരിസേയരും പുരോഹിതരും ചെയ്യുന്നത് പോലെ നിയമം വളച്ചൊടിക്കാൻ പാടില്ല. നീതിയുടെ മാർഗം ഉപദേശിച്ച നമ്മുടെ ഗുരു നൽകിയ വ്യാഖ്യാനം മാത്രമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം. പഠനത്തിന് ശേഷം വിശുദ്ധ ഗ്രന്ഥ പാരായണം, ദേഹാധ്വാനം, കുളി, സൂര്യാസ്തമയ സമയത്ത് പൊതുപ്രാർത്ഥന, അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അവസാനം, യോഹന്നാൻ, നിന്റെ പരിശീലനം പൂർത്തിയായി. നാളെ മുതൽ നിനക്ക് ഈ സമൂഹത്തിൽ പുരോഹിതനായി 10 പേരുടെ നേതൃത്വം ഏറ്റെടുക്കാം. ഗുരു, എനിക്കിനി ഇവിടെ തുടരാനാവില്ല. അങ്ങ് നൽകിയ ശിക്ഷണത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. പക്ഷേ എനിക്ക് ഈ സമൂഹത്തിൻ്റെ അംഗമായി തുടരാൻ സാധിക്കുകയില്ല. എന്താ കാരണം? എനിക്ക് കിട്ടിയതിൽ ഏറ്റവും ഉത്തമനായ ശിഷ്യനാണ് നീ. ദിവസം തോറും 4 നേരം ദേഹം കഴുകിയതുകൊണ്ട് മാത്രം നാം ശുദ്ധരാകുമോ? തിരഞ്ഞെടുക്കപ്പെട്ടവർ നമ്മൾ മാത്രമാണെന്നത് അഹങ്കാരമല്ലേ? ദൈവം എല്ലാവരുടെയുമല്ലേ? യോഹന്നാന്റെ തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഗുരുവിന് കഴിഞ്ഞില്ല. അവസാനം, ഈ ആശ്രമത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ദൈവം എന്നെ മരുഭൂമിയിലേക്ക് വിളിക്കുന്നു. എന്നെ അനുഗ്രഹിച്ച് പോകാൻ അനുവദിക്കണം. സർവശക്തൻ നിന്നെ നയിക്കട്ടെ. തുടർന്ന് മരുഭൂമിയുടെ ഏകാന്തതയിൽ അവൻ വർഷങ്ങൾ ചെലവഴിച്ചു. വെട്ടിക്കിളിയും കാട്ടുതേനുമായിരുന്നു അവന്റെ ആഹാരം. അന്നൊരു ദിവസം, യോഹന്നാൻ, ഇതാ ഞാൻ. ആരാണ് എന്നെ വിളിച്ചത്? നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവാണ് ഞാൻ. സമയമായി, പോവുക, ചെന്ന് എൻ്റെ ജനത്തോട് പറയുക. ദൈവത്തിൽ നിന്ന് വിളി ലഭിച്ച യോഹന്നാൻ ജോർദാൻ നദിയുടെ തീരത്തേക്ക് വന്നു. ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. മനസ്സ് തിരിയുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഭീകരമായ വിധിയുടെ ദിവസം ഇതാ ആസന്നമായിരിക്കുന്നു. അഹങ്കാരത്താൽ മല പോലെ ഉയർന്നു നിൽക്കുന്ന ഹൃദയങ്ങളെ ഇടിച്ചു നിരത്തുവിൻ. വക്രതയും കാപട്യവും നിറഞ്ഞ പിതാക്കന്മാരുടെ മാർഗം ഉപേക്ഷിക്കുവിൻ. നീതിയുടെ നേരായ മാർഗം സ്വീകരിക്കുവിൻ. സാധാരണ ജനങ്ങളിൽ അനേകർ അവൻ്റെ വാക്ക് കേട്ട് മാമോദീസ സ്വീകരിച്ചു. അനുതാപത്തിൻ്റെ മാമോദീസ സ്വീകരിക്കുക. കർത്താവിനോട് നിന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുക. ഗുരു, ഞങ്ങൾ ഇനി എന്ത് ചെയ്യുന്നു? പൂഴ്ത്തിവച്ചിരിക്കുന്നത് പങ്കുവയ്ക്കുവിൻ. 2 ഉടുപ്പുള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. ആഹാരമുള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ. നിന്റെ സഹോദരൻ തണുത്തു വിറയ്ക്കുമ്പോൾ ആവശ്യത്തിലേറെ വസ്ത്രം സൂക്ഷിക്കുന്നത് പാപമാണ്. വിശന്നു വലയുന്ന സഹോദരന് കൊടുക്കാതെ ആഹാരം വച്ച് സൂക്ഷിക്കുന്നത് അപരാധമാണ്. മാനസാന്തരത്തിൻ്റെ ഫലം നീതിയുടെ പ്രവൃത്തികളിലൂടെ പ്രകടമാകട്ടെ. ഗുരു, ഞാനൊരു ചുങ്കക്കാരനാണ്. എനിക്ക് രക്ഷ കിട്ടുമോ? ഞാൻ എന്ത് ചെയ്യണം?
കള്ളപ്രമാണങ്ങൾ ഉണ്ടാക്കരുത്, അനുവദിച്ചിട്ടുള്ളതിൽ കൂടുതൽ ആരിൽ നിന്നും ഈടാക്കരുത്. ഗുരു, ഇവൻ റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്ന കുലദ്രോഹിയാണ്. എല്ലാവരെയും ഞെക്കിപ്പിഴിഞ്ഞ് കീശ വീർപ്പിക്കുന്ന വഞ്ചകനാണ്. നീ ആരാണ്? എൻ്റെ പേര് ശിമയോൻ, കർത്താവിൻ്റെ നിയമങ്ങളെല്ലാം കണിശമായി അനുസരിക്കുന്ന ഫരിസയൻ. നീ എന്തിനിവിടെ വന്നു? നിയമാനുഷ്ഠാനത്തിന്റെ പേരിൽ വിശുദ്ധരെന്ന് ഊറ്റം കൊള്ളുന്ന നീയും നിന്റെ വർഗവും. കപടഭക്തരെ, കർത്താവിന്റെ സ്വരത്തിന് കാതടയ്ക്കുന്ന അണലി സന്തതികളെ, കത്തിപ്പടരുന്ന ക്രോധാഗ്നിയിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടാമെന്ന് നിങ്ങൾ കരുതുന്നുവോ? ശരീരം കഴുകിയത് കൊണ്ടായില്ല, ഹൃദയം കഴുകി വെടുപ്പാക്കുവിൻ. അഹങ്കാരം വെടിഞ്ഞ് കരുണയ്ക്കായി നിലവിളിക്കുവിൻ. ഗുരു, സൈന്യ സേവനത്തിന് നിർബന്ധിതനായ ഒരു പടയാളിയാണ് ഞാൻ എന്ത് ചെയ്യണം? ആരെയും ഭീഷണിപ്പെടുത്തരുത്, കൈക്കൂലി വാങ്ങി അനീതി പ്രവർത്തിക്കരുത്, പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകുക. ജെറുസലേമിൽ നിന്ന് യഹൂദ നേതാക്കൾ യോഹന്നാന്റെ അടുത്തേക്ക് വന്നു. ഇസ്രായേൽ ജനത്തിന്റെ നേതൃത്വം വഹിക്കുന്ന പരിശുദ്ധ സാൻഹദ്രീൻ സംഘമാണ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. നീ ആരാണ്? ഇസ്രായേൽ പ്രതീക്ഷിക്കുന്ന മിശിഹായാണോ? അല്ല, ഞാൻ മിശിഹായല്ല. എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടുകൾ അഴിക്കാൻ പോലും യോഗ്യനല്ല. മടങ്ങി വന്ന ഏലിയ പ്രവാചകനാണോ നീ? ഞാൻ ഏലിയായല്ല, പ്രവാചകനുമല്ല. എങ്കിൽ നീ ആരാണ്? ഞങ്ങളെ അയച്ചവർക്ക് മറുപടി കൊടുക്കണമല്ലോ. ഞാൻ ഒരു ശബ്ദമാണ്, മരുഭൂമിയിൽ മുഴങ്ങുന്ന ശബ്ദം. മനസ്സ് തിരിയുവിൻ, അനുതാപത്തിന്റെ സ്നാനം സ്വീകരിക്കുവിൻ. മാനസാന്തരവും മാമോദീസായും വിജാതിയർക്ക് വേണ്ടിയാണ്. ഞങ്ങൾ അബ്രാഹത്തിന്റെ മക്കൾ, നിയമം അനുസരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഈ അഹന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികളെ പുറപ്പെടുവിക്കുവാൻ കർത്താവിന് കഴിയും. ദൈവം എല്ലാവരുടെയും ദൈവമാണ്. നീ മിശിഹായുമല്ല, പ്രവാചകനുമല്ലെങ്കിൽ പിന്നെ മാമോദീസ നൽകാൻ ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഞാൻ നൽകുന്നത് ജലത്താലുള്ള മാമോദീസയാണ്, മിശിഹായെ സ്വീകരിക്കുന്നതിന് നിങ്ങളെ ഒരുക്കാൻ. അവൻ നിങ്ങളെ അഗ്നിയാലും പരിശുദ്ധാത്മാവിനാലും സ്നാനപ്പെടുത്തും. വിധിയുടെ കോടാലിയുമായി അവൻ വരും. ഫലം പുറപ്പെടുവിക്കാത്ത മരങ്ങൾ അവൻ വെട്ടി വീഴ്ത്തി ചുട്ടിരിക്കും. ഫരിസേയർ പോയി കഴിഞ്ഞപ്പോൾ, നിങ്ങൾ ആരാണ്? എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ യാക്കോബ്, ഇത് അന്ത്രയോസ്. ഞങ്ങൾ കുറച്ചു കാലം കുമറാനിലുണ്ടായിരുന്നു. അത് എൻ്റെ അനുജൻ യോഹന്നാൻ. ഞങ്ങൾ കഫർനാമിൽ നിന്ന് വരികയാണ്. അങ്ങയുടെ ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്നു. ഹെറോദേസിന്റെ അക്രമങ്ങൾ അങ്ങ് അറിയുന്നുണ്ടായിരിക്കുമല്ലോ. തീവ്രവാദികൾ അവനെതിരെ സംഘടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിക്രമങ്ങൾക്ക് അറുതി വരുത്താൻ കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ അത് തീവ്രവാദികളിലൂടെ ആയിരിക്കുകയില്ല. അതാ, ഹെറോദേസിന്റെ രഥമാണല്ലോ ആ വരുന്നത്. മക്കേരൂസ് കോട്ടയിലേക്കാണെന്ന് തോന്നുന്നു. ഹെറോദേസ്, പാവങ്ങളുടെ രക്തം കലർത്തി കൊട്ടാരം പണിയുന്ന നിന്റെ അതിക്രമങ്ങൾ കതിരില്ലേ? മോശയുടെ നിയമങ്ങളെ കാറ്റിപ്പറത്താമെന്ന് കരുതുന്നുവോ? രഥത്തിനുള്ളിൽ ആരാണ് അലറുന്നത്? ഒരു മതഭ്രാന്തൻ. യോഹന്നാൻ, പ്രവാചകരുടെ വിളയാട്ടമല്ലേ നാട്ടിൽ? നിന്റെ സഹോദരൻ ജീവിച്ചിരിക്കെ അവന്റെ ഭാര്യയെ ഭാര്യയായി സ്വീകരിക്കുന്നത് പാപമാണ്. ആ വേശ്യയെ പറഞ്ഞയക്കൂ, അല്ലെങ്കിൽ നീ നശിക്കും. വേശ്യ, നീ ഇതിന് അനുഭവിക്കും. അവർ പോയി കഴിഞ്ഞപ്പോൾ, അദ്ദേഹം ഒരു പ്രവാചകനാണ്, സംശയമില്ല. ആമോസിന്റെ ധീരത, ഏലിയായുടെ തീഷ്ണത. രാജാവിനെ വിറപ്പിച്ചു കളഞ്ഞില്ലേ? നമ്മുടെ പ്രസ്ഥാനത്തിന് പറ്റിയ നേതാവ് തന്നെ. അനുതപിക്കുവിൻ, മാനുഷിക ചിന്തകൾ വെടിഞ്ഞ് കർത്താവിന്റെ വഴികൾ തേടുവിൻ. ഇതാ അവൻ വരുന്നു, തൻ്റെ മെതുക്കളം അടിച്ചു വെടിപ്പാക്കാൻ വീശുമുറവുമായി വരുന്നു. ധാന്യം അരപ്പുരയിൽ സൂക്ഷിക്കും, പതിര് കെടാത്ത തീയിൽ ദഹിപ്പിക്കും.
അന്നൊരു ദിവസം നസ്രത്തിലെ യേശുവിൻ്റെ പണിശാലയിൽ ശാലോം അമ്മയും മകനും സുഖമായിരിക്കുന്നു. ശാലോം, ജോസേ, നിന്നെ കണ്ടിട്ട് കുറേ നാളായല്ലോ. ഞാൻ ജോർദാൻ അക്കരെ യോഹന്നാൻ്റെ അടുത്ത് വരെ പോയി 2 ആഴ്ച അവിടെ താമസിച്ചു. ആളുകൾ ധാരാളം വരുന്നുണ്ടോ? എൻ്റെ അമ്മായി, കാണേണ്ട കാഴ്ചയാ. ആയിരങ്ങളല്ലേ ദിവസവും വന്ന് മുങ്ങുന്നത്. അവരെല്ലാം ഒറ്റയ്ക്ക് യോഹന്നാനെ സ്നാനപ്പെടുത്താൻ കഴിയുമോ? ഇപ്പോൾ പല ശിഷ്യന്മാരും കൂടിയാ മുക്കുന്നത്. കഫർനാമിലെ ആ വലിയ മീൻ കച്ചവടക്കാരൻ സെബദിയില്ലേ, അയാളുടെ 2 മക്കളും ശിഷ്യന്മാരായി. സെബദിയെ ഞാൻ അറിയും, നമ്മുടെ ഒരു അകന്ന ബന്ധുവാ. ആകട്ടെ, ഏത് തരക്കാരാ മുങ്ങാൻ വരുന്നത്? നമ്മുടെ നേതാക്കന്മാരും വരുന്നുണ്ടോ? പരിസയ നേതാക്കന്മാർ ജെറുസലേമിൽ നിന്ന് വന്നു, പക്ഷെ മുങ്ങിയില്ല. ഗുരുവിനെ ചോദ്യം ചെയ്യാനാ അവർ വന്നത്. ഗുരു അവരെ ശരിക്കൊന്ന് വിരട്ടിവിട്ടു. മതനേതാക്കന്മാരൊഴികെ എല്ലാ കൂട്ടരും വന്ന് മുങ്ങുന്നുണ്ട്. ചുങ്കക്കാരും പട്ടാളക്കാരും ബറാബാസും കൂട്ടരും പോലും. എന്ത്? നമ്മുടെ അബ്ബാസിന്റെ മകനോ? ആ തീവ്രവാദികളും മാമോദിസ മുങ്ങുന്നതെന്നോ? അവരാ മുൻപന്തി. യോഹന്നാനെ നേതാവായി സ്വീകരിച്ച് യുദ്ധത്തിന് ഒരുങ്ങാനാണ് അവരുടെ നീക്കം. യോഹന്നാൻ അതിന് തയ്യാറാണോ? അവർ ഇതുവരെ ഈ കാര്യം ഗുരുവിനോട് പറഞ്ഞിട്ടില്ല. ഗുരുവാണെങ്കിൽ അനുദപിക്കുവിൻ എന്നാണ് പറയുന്നത്. ഹെറോദേസിനെ വെല്ലുവിളിച്ചതോടെയാണ് തീവ്രവാദികൾ അവനിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. മാനസാന്തരത്തിന് വിളിക്കുന്നവൻ ആയുധമെടുക്കാൻ കൂട്ടുനിൽക്കുമോ? അത് ഇനിയും തീർച്ചയായിട്ടില്ല. നിശ്ചയിക്കപ്പെട്ട സമയമായപ്പോൾ യേശു മാമോദീസ സ്വീകരിക്കാനായി യോഹന്നാന്റെ അടുക്കലേക്ക് വന്നു. പാപമില്ലാത്ത ഇവൻ എന്തിന് പാപികൾക്കായുള്ള മാമോദീസ സ്വീകരിക്കാൻ വരുന്നു? ഞാൻ നിന്നിൽ നിന്ന് മാമോദീസ സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുക്കിലേക്ക് വരുന്നത് എന്തിന്? ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റുകയാണല്ലോ നാം ചെയ്യേണ്ടത്. ദൈവരാജ്യത്തിന് ഒരുക്കമായി അനുതാപത്തിന്റെ മാമോദീസ സ്വീകരിക്കുക. യേശു മാമോദീസ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് പിതാവിന്റെ സ്വരം മുഴങ്ങി, നീ എൻ്റെ പ്രിയപുത്രനാകുന്നു, നിന്നിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. മാമോദീസ സ്വീകരിച്ച യേശുവിനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അടുത്ത ചിത്രകഥ മരുഭൂമിയിലെ വിജയം, നസ്രത്തിലെ പ്രഖ്യാപനം, യുഗാന്ത പ്രവാചകൻ. ചോദ്യങ്ങൾ: യഹൂദർ കാനേഷുമാരിയെ എതിർത്തത് എന്തുകൊണ്ട്? ദേവാലയത്തിലെ സംഭവം എന്താണ് വെളിപ്പെടുത്തുന്നത്? എസ്സേൻ സന്യാസികളെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? നസ്രത്തിലെ അജ്ഞാത ജീവിതം എന്ത് സന്ദേശമാണ് നൽകുന്നത്? എന്തായിരുന്നു സ്നാപകന്റെ വേഷം? അത് ആരെ ഓർമ്മിപ്പിക്കുന്നു? യോഹന്നാൻ ചുങ്കക്കാരോടും പടയാളികളോടും എന്തു പറഞ്ഞു? യോഹന്നാൻ നൽകിയ മാമോദീസ എന്തിൻ്റെ അടയാളമായിരുന്നു? യോഹന്നാൻ ഹെറോദേസിനെ കുറ്റപ്പെടുത്തിയത് എന്തുകൊണ്ട്? യേശു മാമോദീസ സ്വീകരിച്ചത് എന്തിനു വേണ്ടി? യേശുവിൻ്റെ കാലത്തെ തീവ്രവാദി സംഘടനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം?